ഹലോ, അപ്പോൾ നമ്മൾ പാനലിൻ്റെ സ്ട്രക്ചർ ഓൾറെഡി നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. നടക്കാനുള്ള പാതയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലൂടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉണ്ടല്ലേ, ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിനുള്ള പാത ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് പോയിട്ട് എല്ലാ പാനലുകളും കൃത്യമായിട്ട് ക്ലീൻ ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മൾ എല്ലാ പാനലും ചെയ്യുന്നുണ്ട്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഒരു കറക്റ്റ് സ്ട്രക്ചറല്ല. ഇത് നമ്മളടുത്ത് തന്നെ ഇതിൻ്റെ മുകളിലേക്കുള്ള ഡ്രസ്സിലേക്ക് നമ്മൾ മാറ്റും. അപ്പോൾ ഇതിൽ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് മൂവ് ചെയ്ത് പോകുന്ന സ്ഥലങ്ങൾ കാണുന്നുണ്ട്. ക്ലീനിങ് സൗകര്യങ്ങളെല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ക്ലീൻ ചെയ്യാൻ. ഇപ്പോൾ കസ്റ്റമർക്ക് ചെയ്യാവുന്ന ദിവസമുള്ളൂ, പക്ഷെ നമ്മളത് ഓൾറെഡി മോണിറ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ സൈറ്റിലെ സോളാർ ഓഫ് ഗ്രിഡാണെന്ന് പറഞ്ഞില്ല. ഓഫ് ഗ്രിഡിൻ്റെ ബാറ്ററി സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്. നമ്മൾ 6 ബാറ്ററി, അതായത് 72 വോൾട്ടിൻ്റെ സിസ്റ്റം നമ്മൾ 6 ബാറ്ററിയും പിന്നെ ഒരു 6 ബാറ്ററി കൂടി ഇവിടെ ആഡ് ചെയ്തു. ഒരു 8 kV ആണ് സിസ്റ്റം. 8 kV സിസ്റ്റം 12 ബാറ്ററി ഉണ്ട്. 5000 വാട്ട് പാനൽ. അത്യാവശ്യം ഇവിടെ ബാക്കി ആളുടെ റിവ്യൂ എടുത്ത് നമുക്ക് അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്താൽ ചെയ്യാം. ഇപ്പോൾ നമ്മളെല്ലാത്തിലും വാട്ടറെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. എല്ലാ ബാറ്ററിയിലും വെള്ളം ഫില്ല് ചെയ്തു. ബാറ്ററികളൊക്കെ വേറെ വേറെ ബാറ്ററികളാണ്. എന്ന് സംബന്ധിച്ചാൽ ആദ്യം നമ്മൾ 2 ബാറ്ററിയാണ് വെച്ചത്. അത് കഴിഞ്ഞ് 4 ആയി, 8 ആയി, 12 അങ്ങനെ ആഡ് ചെയ്യാണ്ടായി. അതാണ് ഇങ്ങനെ ബാറ്ററികൾ വന്നിട്ടുള്ളത്. ഇതിലൂടെ MPPT ചാർജ് കൺട്രോളും ഇതിൽ സോളാർ കൂടെ 2 ബാറ്ററി വോൾട്ടേജ് കാണിക്കുന്നത്. ചാർജിങ് ആംപിയർ 40 ആംപിയറോളം വരുന്നുണ്ട്. കിലോവാട്ട് കാണിക്കുന്നുണ്ട്. എല്ലാം കാര്യങ്ങളും ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് റിലേ ഓണാണ്. സോളാർ ഓൾറെഡി ഇപ്പോൾ ഓണാണ്. ലോഡ് വളരെ കുറവാണ് ഇവിടെ. അതുപോലെ തന്നെ ഇൻവെർട്ടറിലും നമുക്ക് കാണാൻ പറ്റും ഈ വോൾട്ടേജും ലോഡ് ഓൺ ഇൻവെർട്ടറും. ബാക്കി അതിൽ ഈ ഇൻപുട്ട് വോൾട്ടേജ് കട്ടാണ്. കണ്ട ഇൻപുട്ട് വോൾട്ടേജ് ഇവിടെ സാധാരണ കണ്ട കാര്യമില്ല. ഓഫാണ്. അത് ഓഫ് ചെയ്തിട്ട് മീൻസ് ഓഫാണ്. ബാറ്ററി വോൾട്ടേജ് കണ്ടത് കൂടെ നിൽക്കുന്നുണ്ട്. സ്റ്റഡിയാണ്. ലോഡ് കുറവാണ്. ഇവിടെ കാറ്ററിംഗ് വർക്ക് ആയതുകൊണ്ട് അങ്ങനെ വർക്ക് വരുന്ന സമയത്ത് മാത്രമേ ലോഡിൽ ഇപ്പോൾ ലോഡ് വർക്ക് ഇല്ല. അതാണ് കാണിച്ചിട്ട് ബാക്കി റിവ്യൂവും കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ ഞാൻ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സോളാറിൻ്റെ സൈറ്റ് വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത് രമേശ് സാറിൻ്റെ വീട്ടിലാണ്. ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് സോളാർ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇവിടെയാണ്. നമ്മൾ ഫസ്റ്റ് ഒരു ഓഫ് ഗ്രിഡ്, ഒരു 2 പാനൽ, ഒരു ഇൻവെർട്ടർ, ഒരു ബാറ്ററി, ഒരു കൺട്രോൾ യൂണിറ്റ് വെച്ചിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞുള്ളത് 2 ബാറ്ററിയാക്കി 4 ആയി. ഇപ്പോൾ ലാസ്റ്റ് നമ്മളൊരു 12 ബാറ്ററിയോട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ 5000 വാട്ട് പാനലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആളിവിടെ കാറ്ററിംഗ് വർക്ക് കൊടുക്കുന്നതാണ്. കാറ്ററിങ്ങിനും ആവശ്യമുള്ള വൈദ്യുതി ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി കറണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ആൾ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമസ്കാരം. അപ്പോൾ നമ്മൾ ആദ്യം എങ്ങനെയായിരുന്നു ബില്ല് വന്നിരുന്നത്? നമുക്ക് ആദ്യം ഒരു 3000 പിന്നെ ഈ ഇതിൻ്റെ ബില്ല് വെച്ചതിനൊരു 500 ഉപയോഗം കൂടി. അന്നത്തെ ഉപയോഗം നോക്കുമ്പോൾ ഇന്നൊരു 5-8 രൂപ വരും. 8 രൂപയുടെ ബില്ല് വരുന്നതായിരുന്നു അല്ലേ? ഏകദേശം വരുന്നതായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ 500 രൂപ മിനിമം ചാർജ് മാത്രമേ വരുന്നുള്ളൂ. വേറെ കറണ്ട് പ്രശ്നമൊന്നുമില്ല. ഈ ന്യൂനമർദ്ദമൊക്കെ വന്ന് ചെറിയൊരു വരുമ്പോൾ ചെറിയ മാറ്റം നമുക്ക് ചെയ്യാൻ പറ്റില്ല. 1 ബില്ല് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇത് ഓൾറെഡി ഒക്കെ സെറ്റാണ്. മാസങ്ങളിൽ ചിലപ്പോൾ ഒരു 600-700 ചിലപ്പോൾ അത്ര വരാറുള്ളൂ. വേറെ മാറ്റങ്ങൾ പ്രശ്നമൊന്നും എല്ലാം സെറ്റാണ്.
അത് കഴിഞ്ഞാൽ നമുക്ക് ഇനി അവിടെ ഒരു ഓൺ ഗ്രിഡ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. നമുക്കത് ആലോചിക്കാം. റിവ്യൂകാരായിട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ക്ലീനിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് 6 മാസം കൂടി നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമസ്കാരം.